ഹായ് സുഹൃത്തുക്കളെ, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2025 ശനിയുടെ മാറ്റം കൊണ്ട് എന്തൊക്കെയാണ് ഗുണമായിട്ട് ദോഷമായിട്ട് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആയില്യം നക്ഷത്രത്തെ ഇവരുടെ കൺട്രോൾ ചെയ്യുന്ന ഭരണഗ്രഹം എന്ന് പറഞ്ഞ ബുധനാണ്. അതേമാതിരി സൂര്യകർമ്മപ്പെട്ട ഒരു നാളാണ് ഈ ആയില്യം നക്ഷത്രം. ബുധനാണ് ഇവരുടെ ഭരിക്കുന്ന ഗ്രഹം. അതേപോലെ സൂര്യകർമ്മപ്പെട്ട. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് ഈ വിശദമായിട്ട് അപ്പം ശനി എന്താണ്, ശനിയുടെ ആയിട്ടുള്ള വ്യത്യാസം വരുന്നതിൻ്റെ ആയിട്ടുള്ള ഏകദേശം ഒന്ന് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അപ്പം ഈ ശനി മാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ്, ഇതുവരെ നല്ല ആയിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം. അതേമാതിരി തിരിച്ച് ഇതുമാതിരി ദോഷഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം. അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത്. പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്, കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പൈസയോട് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നമാണ്. അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല. പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത്, വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മിത്രത്തെ ലോഹിക്കുകയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശനി വലിയ രീതിയിൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ടേണി വരുന്നത്. ഇപ്പം 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. അതായത് 2.5 വർഷം ഇൻറ്റു 3 ടേൺ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം 3 പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഒരു 30 വർഷം 29 അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത്. അപ്പം ഒരു 12 രാശികളല്ല, 12 ഗോളങ്ങൾ. അപ്പം ഈ ഒരു ഗോളത്തിൽ ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ 2.5 വർഷം. അതേമാതിരി വ്യാഴമാണെന്നൊരു 361 ഡേയ്സ്, ഏകദേശം 1 വർഷം. അതേപോലെ രാഹു കേതുവാണ് 1.5 വർഷം. പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യനെ അങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ 1 മാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട്. പിന്നെ ഈ ശനി കൂടാതെ ആ ശനിദശ ഓരോ ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും, ശുക്രൻ കയറി വരും. അപ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ 7.5 ശനി ഇങ്ങനെ, അതേമാതിരി കണ്ടക ശനി 7.5 ശനി ഇങ്ങനെയാണെന്നല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, വെളിയിലത്തെ, അതായത് വെളിയിൽ പോകാനുള്ളവർക്ക് യോഗം, അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ, വിവാഹം നടക്കാൻ. പിന്നെ അപ്പം നമ്മൾ പക്ഷേ നാള് നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ, ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി. അതേമാതിരി ബിസിനസ് ചില ആൾക്കാർക്ക് പരാജയപ്പെടും, ചില ആൾക്കാർക്ക് പച്ചപ്പിടിക്കും. അപ്പം കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ശനി പൊതുവെ വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും. അപ്പം ഇതിനൊരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം ആ ഒരു സ്റ്റോറി, ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി. അപ്പം രാവണൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഇവരെ അടിമകളമാതിരി ആക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട്, രാവണന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പം രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു? ശനി ഗുളികനെ സൃഷ്ടിച്ചു. അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്ഥാനത്തെ, ഈ ഇന്ദ്രജിത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഗുളികന്റെ കഥ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ, ഗുളികൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരപ്പം രാഹു കേതു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുളികം വരുമ്പോൾ
നമുക്ക് ഒരുപാട് അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനം എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു, പല നോർത്ത് ഇന്ത്യ അല്ലെ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല. എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി. അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു, രാവണന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ശനിയെ വെട്ടുകൊണ്ടത് കാലിലാണ്. അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ, സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിയുമായിട്ട് റിലേഷനും ഉണ്ട്. നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. അതേമാതിരി കാലിന് വാദം വരുക, ശനി കൂടുതലിരിക്കുക, കാലിന് വേദന, പെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ശനിയുടെ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിൻ്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത്. അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയി വരികയില്ല. എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം 2.5 വർഷത്തെയാണ്. ഏകദേശം ഒരു 6 ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം പലതും അനുകൂലമായിട്ട്, ചിലത് പ്രതികൂലമായിട്ട് വരും. അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിന്റെ പൈസയുടെയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വ്യാഴവും കൂടെ, വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ വളരെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ. കാരണം ഈ 12-ലോട്ട് ശനി മാറുന്നു. അപ്പോൾ ലഗ്നത്തിലും 2-ലും ശനി നിൽക്കുന്ന കാലമാണ് 7.5 ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 7.5 ശനിയുടെ തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം 2.5 വർഷത്തെ ഇൻറ്റു 7.5 വർഷം, ഈ 7.5 ശനി ഇങ്ങനെ നീക്കും. 2.5 വർഷം ഇൻറ്റു 2.5 വർഷം 2.5 വർഷം, അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള 7.5 ശനിയുടേതായിട്ടുള്ള ഒരു കാഠിന്യം കാണും. പക്ഷെ എന്നുവരിൽ ഈ വ്യാഴം അത് കഴിഞ്ഞ് മാറുന്നതിനനുസരിച്ച് ഇവർക്ക് കുറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ഈ വ്യാഴത്തെ കൂടെ കൂട്ടിയിണക്കിയാണ് ഈ ശനിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കത് അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പം അതിനാൽ ഇപ്പോൾ ഈ കുംഭത്തിൽ നിന്നും മീനത്തിലോട്ടാണല്ലോ ഇപ്പോൾ രാശി മാറുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഈ ഫലത്തിൽ ഒരു ആദ്യത്തെ ഒരു വർഷത്തെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ ദോഷഫലങ്ങൾ താരതമ്യേന കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഈ ഫീൽഡിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒന്നി സമയത്തിന് പേയ്മെൻറ്റ് കിട്ടാതിരിക്കുക, അതുമാതിരി വർക്ക് പൂർത്തിയാക്കാൻ സമയമെടുക്കും, അങ്ങനെയൊക്കെ ഉള്ള പല സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പം കല്യാണത്തിന് പറ്റിയ സമയമല്ല, ഇച്ചിരി ഒന്ന് കഴിഞ്ഞ് ഒരു അടുത്ത വ്യാഴമാറ്റത്തോടു കൂടി കല്യാണം കഴിക്കാനും, അങ്ങനെ അതേമാതിരി കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനും ഇപ്പോൾ ഒരു ഡിലേ വരും. അതും ഒരു വർഷത്തോടു കൂടി കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വരുന്നതാണ്. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഇച്ചിരി ശനിയുടേതായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇച്ചിരി കഷ്ടപ്പാടും കാര്യങ്ങളും ഒരു മുഷിഞ്ഞ ഒരു ട്രാവലിങ് അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ ഒരു വർഷത്തോടു കൂടി, ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒന്ന് വന്ന് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നല്ലതായിട്ടുള്ള വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതേമാതിരി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം അതിന് പറ്റിയ സമയമല്ല. പുതിയ സംരംഭങ്ങൾ എടുത്തിയാടി തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാലും അഥവാ ഒരു വർഷം കഴിയുമ്പോഴേ തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യാഴമാറ്റത്തോടു കൂടി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് കാര്യങ്ങളൊക്കെ ഒരുമാതിരി കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഇപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേമാതിരി ഇപ്പോൾ ടെമ്പററി ജോബുള്ള ആൾക്കാർക്കായാലും ചിലപ്പോൾ ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ജോലി ചിലർക്കുള്ള പ്രമോഷൻ തടയുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഗൾഫിന് പോകുന്ന ആൾക്കാരാണെന്ന് വരി അതേമാതിരി ജോലിക്ക് പോയിട്ട് ജോലി ചിലപ്പോൾ അത് തടസ്സം, ജോലിയുടെ ആൾക്കാരുടെ തടസ്സം, അല്ലെങ്കിൽ ജോലി കിട്ടാണ്ടില്ലേ ആവുക, അല്ല വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ ജോലി കിട്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കഷ്ടപ്പാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി ആദ്യത്തെ ഒരു വർഷം പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും.
അപ്പം ആ ശനിയുടേതായിട്ടുള്ള 7 ശനിയുടേതായിട്ടുള്ള ഒരു ചെറിയ മാറ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ ആദ്യത്തെ ഒരു വർഷം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാം മാറി. കാരണം ഈ വ്യാഴമാറ്റത്തിൽ കൂടെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേമാതിരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്പം ഈ പഠിത്തത്തിലൊരിച്ചിരി ഉഴപ്പ് കാര്യങ്ങൾ, പിന്നെ ഒരു മടി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഈ വ്യാഴം വരുന്നുണ്ട്. അടുത്ത വ്യാഴം ഒരു വർഷത്തിൽ 361 ദിവസമാണ് ഇതിൻ്റെ ട്രാവലിംഗ് ടൈം. അപ്പം ആ ഒരു സമയത്തോടു കൂടി വ്യാഴം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഗ്രഹമാണ്, കുട്ടികളെ അധ്യാപകരൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പം ഈ കുട്ടികൾക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട സമയമായിരിക്കും ഈ ആദ്യത്തെ ഒരു വർഷം. അതേപോലെ അധ്യാപകരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അധ്യാപകർക്ക് ഇപ്പോൾ ഒരു അലച്ചില്, കഷ്ടപ്പാട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്നാൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അധ്യാപകർക്ക് ഒരു പ്രശംസ കാര്യങ്ങളെ ഒരു ഉള്ളതായിട്ടുള്ള കുറെ കൂടെ അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി കുറെ കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പിന്നെ ഇപ്പം ഈ അതേമാതിരി ക്ഷീരകർഷകർക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷീരകർഷകർക്കും ഒക്കെ ഈ ആദ്യത്തെ ഒരു വർഷം ഇച്ചിരി മോശമാണ്, ചെറിയ കഷ്ടപ്പാട് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടെ ഇമ്പ്രൂവ് ആയി കുറച്ച് നല്ല രീതിയിൽ അടുത്ത വ്യാഴമാസത്തോടു കൂടി മെയ് 14-ാം തീയതിയാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ ആ മെയ് 14-ന്റെ ഈ കഴിഞ്ഞ് അടുത്ത വ്യാഴമാറ്റത്തോടു കൂടി ആണ് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും. അപ്പം ഇവർ ചെയ്യേണ്ടതെന്ന് വ്യാഴപ്രീതിക്കാട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ പ്ലേറ്റ്, സെറ്റ്, പെൻസില് അല്ലെങ്കിൽ ഒരു ചെറിയ ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ഗിഫ്റ്റ്, വലിയ വില കൂടിയ വേണമെന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളത് വ്യാഴപ്രീതിക്ക്. അല്ല ഒത്തിരി അമ്പലത്തിൽ കൊണ്ട് ഒരുപാട് നേരത്തെ എടുത്തിട്ട് കാര്യമില്ല. കാരണം ദൈവത്തിന് പണമല്ല വേണ്ടുന്നത്. ദൈവത്തിന് നിങ്ങൾ പോകുന്നതിന് കുഴപ്പമില്ല, പോയി പ്രാർത്ഥിക്കുക, ചെറിയതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക. ദൈവത്തിന് ഒത്തിരി പൈസയുടെ ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെയാണ് നിങ്ങളുടെ കർമ്മം. അപ്പം കർമ്മം, നല്ല കർമ്മങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും. അതേമാതിരി ഇവർക്കിപ്പോൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദോഷം മാറ്റാനായിട്ട് ഒന്ന് ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക. അതേമാതിരി ഈ കറുത്ത വസ്ത്രം, നീല വസ്ത്രം, ഇതൊക്കെ കുട്ടികൾക്ക് ദാനം ചെയ്യുക. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ശനിയുടെ ആയിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങളെല്ലാം മാറി വരും. പിന്നെ ഈ ഇത് നമ്മൾ പറഞ്ഞ മാതിരി ഓരോ ലഗ്നത്തിൻ്റെ അനുസരിച്ച് ഇത് ലഗ്നം വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോ പാദത്തിൻ്റെ അനുസരിച്ച് ഇതിനകത്ത് കുറച്ച് ആൾക്കാരുടെ ചെറിയ വ്യത്യാസം വരും. കാരണം 4 പാദം ഉണ്ട് ഒരു ഇതിനകത്ത്. അപ്പോൾ ഈ 4 പാദത്തിൽ ഓരോ പാദത്തിനനുസരിച്ച് ചെറിയായിട്ടുള്ള വ്യത്യാസം വരും. കാരണം അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് കറക്റ്റായി ഇച്ചിരി വരണമെന്നില്ല. അപ്പോൾ അടുത്ത ആളിനത് ചിലപ്പോൾ കറക്റ്റാവും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 60% നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഇത് ലഗ്നം വെച്ച് വരുമ്പോൾ. അല്ലെന്ന് വരെ നിങ്ങളുടെ ഓരോരുത്തരുടെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് നോക്കേണ്ടി വരും. അതൊന്നും പ്രാക്ടിക്കലല്ല. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ നോക്കേണ്ട ആൾക്കാരുണ്ടെന്ന് വരിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കി നമ്മുടെ വിശദമായിട്ട് ജാതകമോ കാര്യമോ എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിത്തരും. അപ്പോൾ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. അതേമാതിരി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിനകത്ത് ചേരാനോ അങ്ങനെ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്ന് വരിയിൽ ഒരു ഗ്രൂപ്പുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് ആരംഭിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അനുസരിച്ച് 2 ചിലപ്പോൾ 1.5 മാസം ആകുമ്പോഴത്തേന് ക്ലാസ് ആരംഭിക്കും. അപ്പം അതുകൊണ്ട് ചേരാൻ താല്പര്യം. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് നോക്കാനോ അല്ലെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല മാരേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ടൈമോ കാര്യമോ അങ്ങനെയൊക്കെ നോക്കാണ്ടെന്നൊരു ഓൺലൈനിൽ നിങ്ങൾ അതിനകത്ത് ഗൂഗിൾ പേ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള നോക്കിയെടുത്ത് എല്ലാം തരുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.